നമസ്കാരം. വിവര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കിഗായുടെ സ്റ്റേഷൻ 9 ഫ്രാങ്ക്ലിൻ നന്മകൾക്ക് ദൃഢതയേക്കാനൊരു ഉപായം. യാത്ര മുന്നോട്ടു പോകാനായി 18-ാം നൂറ്റാണ്ടിൽ തൻ്റെ സ്വന്തം ആയുധങ്ങൾ കൊണ്ട് ഇക്കിഗായ് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. ആത്മപ്രതിഫലനവും ആരാധനയുമാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉപയോഗിച്ച 2 ആയുധങ്ങൾ. അങ്ങനെ അദ്ദേഹം അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് കുതിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മകഥ വിശാലവും നിസ്സീമവുമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ, ലൈറ്റ്നിംഗ് റോഡിൻ്റെ ഉപജ്ഞാതാവ്, അമേരിക്കൻ വിപ്ലവത്തിനും ഐക്യരാഷ്ട്രസഭ രൂപീകരണത്തിനും പ്രധാന പങ്ക് വഹിച്ച വ്യക്തി എന്നിങ്ങനെ പല മേഖലകളിലും അദ്ദേഹം തിളങ്ങി നിന്നു. എന്നാൽ അദ്ദേഹം ഒരു ദാർശനികനായിരുന്നു എന്ന് അധികം ആർക്കും അറിയില്ല. വ്യക്തി വളർച്ചയ്ക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ രീതിയിലാണ് പിന്തുടരുന്നത്. ലോകത്തിലെ ഏറ്റവും കഠിനമായ 3 കാര്യങ്ങൾ. ഒരുക്ക, രത്നം, സ്വയം അറിയുക. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ സ്വയം സഹായത്തിന് വഴിയൊരുക്കിയത്. സ്വയം സഹായം എന്ന ആശയം നിലവിലില്ലാത്ത കാലത്താണ് ഫ്രാങ്ക്ലിൻ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വഴിയൊരുക്കിയവൻ എന്ന് വിളിക്കാം. സ്വയം മനസ്സിലാക്കുക. നമ്മളെക്കാൾ മിടുക്കന്മാരെ മനസ്സിലാക്കി അവരെ അനുകരിക്കുക. ഇവ അതിരുകൾ ഭേദിച്ച് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയെ സഹായിക്കുമെന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കി. 20-ാം വയസ്സിൽ ഫ്രാങ്ക്ലിൻ ഒരു വലിയ ലക്ഷ്യത്തിനൊരുങ്ങി. നിഷ്ഠയുള്ള ഒരു ജീവിതം ശീലമാക്കുക. അതിനുവേണ്ട ജീവിത മൂല്യങ്ങൾ മനസ്സിലാക്കുവാനായി മഹാന്മാരുടെ ജീവിതകഥകൾ വായിക്കാൻ തുടങ്ങി. ഫ്രാങ്ക്ലിൻ നോട്ട്ബുക്ക്. ഈ നോട്ട്ബുക്കിന് ക്രമേണ മറ്റൊരു പേര് കൂടി ലഭിച്ചു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ 13 മൂല്യങ്ങൾ. മിതത്വം, മൗനം, ചിട്ട, ദൃഢത, മിതവ്യയം, ശാന്തത, പരിശുദ്ധി, വിനയം. ഒരു 21-കാരൻ ഈ മൂല്യങ്ങളെല്ലാം ഒരുമിച്ച് എങ്ങനെ പാലിക്കും? പ്രയാസം തന്നെ. അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ഒരു പട്ടികയുണ്ടാക്കി. കുറേ കളങ്ങൾ ചേർത്തതായിരുന്നു അത്. മൂല്യങ്ങളെല്ലാം വരിവരിയായി എഴുതി. പിന്നെ അവയുടെ നേർക്ക് ആഴ്ചയിലെ 7 ദിവസങ്ങൾ ഓരോ മൂല്യവും എല്ലാ ദിവസവും പാലിക്കാൻ കഴിയും എന്നും കളത്തിലെഴുതി. ലക്ഷ്യത്തിലുറച്ച മനസ്സോടെ അദ്ദേഹം ഇത് പാലിക്കാൻ തുടങ്ങി. 13 ആഴ്ചകൾ കഴിഞ്ഞ് എല്ലാ മൂല്യങ്ങളും പാലിച്ച ഒരു പരമ്പര കഴിഞ്ഞ് പിന്നെ അടുത്തത് തുടങ്ങുകയായി. ഒരു ദിവസത്തിൻ്റെ അവസാനം താൻ അന്ന് നിശ്ചയിച്ചതുപോലെ മൂല്യങ്ങൾ പാലിച്ചുവോ എന്ന് ഒരു അവലോകനം അദ്ദേഹം നടത്തിയിരുന്നു. അവസാന കാലങ്ങളിൽ തൻ്റെ മൂല്യങ്ങൾ പാലിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു ഖേദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ജീവിതത്തിൽ പാലിച്ച ഈ സ്വയം അറിയുന്ന രീതി തന്നെ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഒരു ജീവിതകാലം മുഴുവനുള്ള സന്തോഷത്തിന് ഞാൻ എൻ്റെ പുസ്തകത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യന് സന്തോഷം വരുന്നത് എപ്പോഴെങ്കിലും കയ്യിൽ വരുന്ന സമ്പത്തിൽ നിന്നല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ ചെറിയ അഭിവൃദ്ധികളിൽ നിന്നാണ്. 13 മൂല്യങ്ങൾ. ഫ്രാങ്ക്ലിൻ്റെ ബുദ്ധിമാനും സന്തോഷവാനുമാക്കിയ ആ മൂല്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. ഓരോ മൂല്യവുമായി അദ്ദേഹം ബന്ധപ്പെടുത്തിയ ആശയങ്ങൾ 18-ാം നൂറ്റാണ്ടിൽ നിന്നും ആവാം എടുത്തത്. പക്ഷേ അവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. മിതത്വം. മാന്യം തോന്നുന്നതുവരെ കഴിക്കരുത്. മത്ത് പിടിക്കുന്നതുവരെ കുടിക്കരുത്. ജപ്പാൻകാരുടെ ഹര ഹച്ചിബു നിയമം ഫ്രാങ്ക്ലിനും അറിയാമായിരുന്നിരിക്കണം. 80% വയറ് നിറഞ്ഞാൽ കഴിക്കുന്നത് നിർത്തുക. മൗനം. നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അനാവശ്യ സംസാരം ഒഴിവാക്കുക. ജപ്പാനീസ് ചൊല്ല് ഇങ്ങനെയാണ്: ഇന്ന് പറയണമെന്ന് തോന്നുന്നത് നാളെ പറയുക. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ചിട്ട. നിങ്ങളുടെ സാധനങ്ങൾക്കെല്ലാം അതിൻ്റേതായ സ്ഥാനമുണ്ടാവും. നിങ്ങളുടെ വ്യവഹാരത്തിൻ്റെ ഓരോ ഭാഗത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ലൈഫ് ചേഞ്ചിങ് മാജിക് ഓഫ് ടൈഡിങ് എന്ന തൻ്റെ പുസ്തകത്തിൽ മേരി കോണ്ടെ പറയുന്നത് ചിട്ട മനസ്സിൻ്റെ സമാധാനം വർദ്ധിപ്പിക്കും, ഇക്കിഗായ് മെച്ചപ്പെടുത്തും എന്നാണ്. ദൃഢത. ചെയ്യേണ്ടത് ചെയ്യാനുള്ള ദൃഢത വേണം. ദൃഢതയോടെ ചെയ്യാൻ നിശ്ചയിച്ചത് ചെയ്യണം. അധ്യായം 3 മുതൽ ഗൻബാരമസു ആശയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജീവിതത്തിൽ ദൃഢതയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എത്ര പ്രധാനമാണെന്ന് നമ്മൾ കണ്ടു. മിതവ്യയം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം ചെലവാക്കുക, അതായത് പാഴ്ചെലവരുത്. ആധുനിക രീതിയിൽ പറഞ്ഞാൽ കുറവ് തന്നെ അധികമാണ്. ചെലവ് ചുരുക്കി ജീവിച്ചാൽ കുറവ് സാധനങ്ങൾ വാങ്ങിക്കും. ബന്ധങ്ങളും കുറയും, പക്ഷേ അവ ഗുണനിലവാരമുള്ളതാവും. പ്രയത്നശീലം. സമയം പാഴാക്കരുത്,
ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ഒഴിവാക്കി ഉപകാരമുള്ളത് ചെയ്യുക. ഈ പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൽ കൈസൻ എന്ന പദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന, ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ചെറിയ കാര്യങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സത്യസന്ധത, കാപട്യം കൊണ്ട് വേദനിപ്പിക്കരുത്, നിഷ്കളങ്കവും ന്യായവുമായി ചിന്തിക്കുക, വാക്കുകളിൽ സത്യസന്ധത കാണിക്കുക. നിങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും പൊരുത്തമുണ്ടെങ്കിൽ അത് തന്നെ സന്തോഷം നൽകും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ന്യായബോധം, കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുകയോ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അരുത്. ന്യായമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സമാധാനം ഉണ്ടാകും. നമ്മുടെ ഊർജത്തെ ഇല്ലാതാക്കുന്ന മനസ്സിൻ്റെ മടുപ്പിന് അതകറ്റും. വിജയമുണ്ടാവും. സൗമ്യത, തീവ്ര സ്വഭാവങ്ങൾ ഒഴിവാക്കുക. ഉണ്ടാകുന്ന മുറിവുകളോടുള്ള വിദ്വേഷം നിയന്ത്രിക്കുക, അത് അർഹിക്കുന്നുണ്ടെങ്കിൽ. ദേഷ്യത്തിൻ്റെ പൊട്ടിത്തെറികൾ എല്ലാവരിലും വിഷം നിറയ്ക്കുക മാത്രം ചെയ്യും. ശുചിത്വം, ശരീരവും വസ്ത്രവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. എ ബുദ്ധിസ്റ്റ് മോങ്ക്സ് ഗൈഡ് ടു ഹൗസ് ക്ലീനിങ് എന്ന പുസ്തകത്തിൽ കിസുകെ മത്സുമോട്ടോ പറയുന്നത് പുറമേയുള്ള വൃത്തി അകമേയുള്ള വൃത്തിയെ കാണിക്കുന്നു എന്നാണ്. ശാന്തത, സാധാരണ അപകടങ്ങളോ ഒഴിവാക്കാൻ കഴിയാത്ത അപകടങ്ങളോ നിസ്സാര കാര്യങ്ങളോ നിങ്ങളെ അലട്ടരുത്. സെൻ ഗുരു ടൈസൻ ദേശിമാറു പറയുന്നത് പുറമേ എന്തു സംഭവിച്ചാലും ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക അവസ്ഥ ശാന്തം, സൗമ്യം, അചഞ്ചലം എന്നിങ്ങനെയാണ്. പരിശുദ്ധി, ലൈംഗിക സുഖം ആരോഗ്യത്തിനും പ്രത്യുൽപാദനത്തിനും ഉള്ളതാണ്. ദൂഷിപ്പിക്കാനോ ദുർബലതയ്ക്കോ സ്വയം ദ്രോഹിക്കാനോ മറ്റുള്ളവരുടെ സമാധാനമോ പേരോ നശിപ്പിക്കാനോ ആവരുത്. ഒരുപക്ഷെ ഈ ഒരു മൂല്യം മാത്രമാവും ശീലിക്കാൻ പ്രയാസമുള്ളത്. എങ്കിലും എല്ലാവർക്കും അറിയാം, വഞ്ചനയിലൂടെയുള്ള ലൈംഗിക പ്രവൃത്തി സന്തോഷം നൽകില്ല എന്ന്. വിനയം, യേശുവിനെയും സോക്രട്ടീസിനെയും അനുകരിക്കുക. ഇത്രയും പറഞ്ഞാൽ തന്നെ ധാരാളം. നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ നോട്ട്ബുക്ക് ഉണ്ടാക്കുക. ഈ സ്വയം മെച്ചപ്പെടുത്തുന്ന രീതി നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രവർത്തികമാക്കാൻ ഒരു നോട്ട്ബുക്കോ സെൽഫോണിൻ്റെ നോട്ട്പാഡോ കയ്യിൽ കരുതുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഫ്രാങ്ക്ലിൻ നോട്ട്ബുക്കിനെ അനുകരിക്കാം. മുമ്പ് പറഞ്ഞ പട്ടിക പോലെ നിങ്ങൾക്ക് വേണ്ട മൂല്യങ്ങൾ കളങ്ങളായി എഴുതുക. ഓരോ ആഴ്ചയും ഈ മൂല്യങ്ങളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇതുവഴി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന്, മൂല്യം കൃതജ്ഞതയാണെങ്കിൽ ഒരു പൂർവ്വ അധ്യാപകന് തന്നെ പല കാര്യങ്ങളും പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞ് ഒരു എഴുത്തെഴുതുക. ഒരു ദിവസം ഉദ്ദേശിച്ച മൂല്യം പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കളത്തിൽ ഒരു ചിഹ്നവും എഴുതരുത്. ആഴ്ചയുടെ അവസാനം ഈ ആശയവുമായി നമ്മൾ എത്ര ഒത്തുപോകുന്നുവെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അവസാനത്തെ ആഴ്ചയും കഴിഞ്ഞാൽ ഏത് മൂല്യമാണ് ചിട്ടയായി പാലിച്ചതെന്ന് നോക്കുക. 7 പ്രാവശ്യം കളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മൂല്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നർത്ഥം. അടയാളങ്ങൾ കുറവാണെങ്കിൽ അടുത്ത കളമുണ്ടാക്കുമ്പോൾ ഈ മൂല്യം വീണ്ടും ചേർക്കുക. താങ്ക് യു.